വയനാട്ടിൽ നിന്ന് മറ്റൊരു ദുഃഖകരമായ വാർത്ത വരുന്നത് പടിഞ്ഞാറത്തറ പുതുശ്ശേരി കടവിൽ തോണി മറിഞ്ഞ് ഒരാൾ മരിച്ചു എന്നതാണ്. മുണ്ടക്കുറ്റി സ്വദേശി ബാലകൃഷ്ണനാണ് മരിച്ചത്. വിപിൻ സി വിജയൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി. വിപിൻ, ഇത് എവിടെ വെച്ചാണ് ഈ അപകടം ഉണ്ടായത്? വഞ്ചി മറയാനിടയായ സാഹചര്യം എന്താണ്? GK, ഇത് പുതുശ്ശേരിക്കടവിൽ വെച്ച് 3 മണിയോട് കൂടിയാണ് അപകടം. അവിടെ തോണി സർവീസ് ഉണ്ടായിരുന്നു. 2 തോണി സർവീസുകളാണ് ഉള്ളത്. അതിലെ ഒരു തോണി സർവീസാണ് ഇപ്പോൾ മറിഞ്ഞിരിക്കുന്നത്. 3 പേരാണ് അതിലുണ്ടായിരുന്നത്. അപ്പോൾ തോണി മറിഞ്ഞതിന് ശേഷം അതിന് ഒരു ബാലൻസ് കിട്ടിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ തോണി മറിഞ്ഞ ഉടൻ തന്നെ നാട്ടുകാർ അതിൽ ഇടപെടുകയും നാട്ടുകാർ അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയും ചെയ്തു. ഉടൻ തന്നെ അടുത്തുള്ള പടിഞ്ഞാറത്തറയിലുള്ള ആശുപത്രിയിലേക്ക് ഈ മുണ്ടക്കുറ്റി സ്വദേശിയായിട്ടുള്ള ബാലകൃഷ്ണനെ എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. അവിടെ നിന്ന് ഉടൻ തന്നെ ഇപ്പോൾ മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചു എന്നുണ്ടെങ്കിലും മരിച്ചിരുന്നു. 50 വയസ്സായിരുന്നു. മറ്റ് 2 പേർ കൂടി ആ തോണിയിൽ ഉണ്ടായിരുന്നു. അവർ 2 പേരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അവരും ആശുപത്രിയിൽ ചികിത്സയിലാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു പ്രദേശത്ത് സാധാരണ അങ്ങനെ തോണി ഇറങ്ങുന്ന ഒരു സ്ഥലമല്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ ബാണാസുര സാഗറിന്റെ അതിന്റെ ഷട്ടറുകൾ ഉയർത്തുമ്പോൾ അവിടെ ജലനിരപ്പ് ഉയരുകയും ആ സമയത്ത് മാത്രം തോണി സർവീസുമുള്ള ഒരു പ്രദേശമാണ്. അവിടെയാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. അതിലിപ്പോൾ ഒരാളുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു. GK.